നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള മരങ്ങൾ തിങ്ങിനിറഞ്ഞ ഇടവഴികളിലൂടെ വിനയൻ നടന്നു. പുലർക്കാലത്തെ നേർത്ത തണുപ്പ് അവന്റെ കീറിയ ഷർട്ടിനുള്ളിലൂടെ ശരീരത്തിലേക്ക് അരിച്ചിറങ്ങി. പാൻസിന്റെ മുട്ടുകൾക്ക് താഴെ വലിയൊരു കീറലത് എത്ര തുന്നിക്കൂട്ടിയിട്ടും വീണ്ടും കീറിപ്പോയിരുന്നു. കാലിലെ ചെരുപ്പുകൾക്ക് പഴമയുടെ ഗന്ധം. അത് പൊട്ടിപ്പോകാതിരിക്കാൻ ഒരു കയർ കെട്ടിയിട്ടുണ്ട്. ഓരോ ദിവസവും ഈ നടത്തം അവനൊരു ശീലമായിരുന്നു. സ്കൂളിലേക്കുള്ള യാത്ര. അവന്റെ പേര് വിനയൻ. സ്കൂളിന്റെ ഗേറ്റ് കണ്ടതും അവന്റെ നെഞ്ചിൽ നേരിയൊരു ഭയമുടലെടുത്തു. അവിടെ കൂട്ടുകാരുടെ ചിരിയും ഫളിയാക്കലുകളും അവനെ കാത്തിരിപ്പുണ്ടാകും. ദേ പിച്ചക്കാരൻ വിനയൻ വരുന്നു. ഒരു ശബ്ദം അവന്റെ ചെവിയിൽ തുളച്ചു കയറി. പിന്നാലെ കൂട്ടച്ചിരി. ഇവിടൊക്കെ എന്തിനാ സ്കൂളിൽ വരുന്നത്? ഇവിടെ വന്ന് ഞങ്ങളുടെ വായു മലിനമാക്കാൻ, മറ്റൊരുത്തൻ ഒച്ചയെടുത്തു. വിനയൻ തലകുനിച്ച് അവരുടെ കണ്ണിൽപ്പെടാതെ വേഗത്തിൽ നടന്നു. അവന്റെ കണ്ണുകൾ നിലത്തു പതിഞ്ഞിരുന്നു. അവന്റെ ലോകം ആ പാദരക്ഷകൾക്കുള്ളിലൊതുങ്ങി. ക്ലാസ് മുറിയിൽ അവൻ എപ്പോഴും അവസാന ബെഞ്ചിൽ ജനലിന്റെ അടുത്തുള്ള ഒഴിഞ്ഞ കോണിൽ പോയിരുന്നു. ആരും അവനോട് സംസാരിക്കാറില്ല, ആരും അവന്റെ അടുത്തിരിക്കാറുമില്ല. അവന്റെ സാമീപ്യം പോലും അവർക്ക് അലോചകമായിരുന്നു. ഉച്ചഭക്ഷണത്തിന് ബെല്ലടിച്ചപ്പോൾ എല്ലാവരും തങ്ങളുടെ മനോഹരമായ ടിഫിൻ ബോക്സുകൾ തുറന്നു. ബിരിയാണിയുടെയും പൊറോട്ടയുടെയും മസാലദോശയുടെയും ഗന്ധം ക്ലാസ് മുറിയിൽ നിറഞ്ഞു. വിനയൻ പതിയെ തന്റെ തുണിസഞ്ചിയിൽ നിന്ന് ഒരു ചെറിയ സ്റ്റീൽ പാത്രം പുറത്തെടുത്തു. അതിൽ തലേ ദിവസത്തെ പഴങ്കഞ്ഞിയും ഉണക്കമീൻ വാർത്തതുമായിരുന്നു. ഓഹോ, ഇവൻ തടവുകാരുടെ ഭക്ഷണം കഴിക്കുന്നവന്! തിന്നിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു. വീണ്ടും കൂട്ടച്ചിരി. നാറ്റം! ഒരു പെൺകുട്ടി മൂക്കുപൊത്തി. വിനയൻ ഒരു നിമിഷം നിശ്ചലനായി. അവന്റെ കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും അവനത് ആരെയും കാണിക്കാതെ വേഗത്തിൽ ഭക്ഷണം കഴിച്ചു തീർത്തു. അവന്റെ അമ്മ ദേവി അവനോടെപ്പോഴും പറയാറുണ്ട്, മോനെ, ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം. ഈശ്വരൻ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. ആ വാക്കുകൾ അവന് ശക്തി നൽകി. അധ്യാപകർ പലപ്പോഴും ഈ പരിഹാസങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു. ഒരുപക്ഷെ അവർക്കിതൊരു സാധാരണ കാഴ്ചയായി മാറിയിരിക്കാം. അല്ലെങ്കിൽ ദാരിദ്ര്യമുള്ള ഒരു കുട്ടിയുടെ പ്രശ്നങ്ങൾ അവരുടെ പരിഗണനയിൽ വരാത്തതാകാം. പ്രിൻസിപ്പൽ പ്രൊഫസർ ജയചന്ദ്രൻ സർ സ്കൂളിലെ ഏറ്റവും വലിയ അധികാരി. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കുട്ടികളോട് സംസാരിക്കും. എന്നാൽ വിനയനെ കണ്ടാൽ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു നേരിയ ഭാവമാറ്റം വരും. ഒരുതരം അറപ്പോ അതോ നിസ്സംഗതയോ. വിനയനെ അതൊരിക്കലും മനസ്സിലായിരുന്നില്ല. അവന്റെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം: ഞാൻ എന്തിനാണ് ഇവിടെ വരുന്നത്? സ്കൂൾ വിട്ടാൽ വിനയന് മറ്റൊരു ലോകമായിരുന്നു. വൈകുന്നേരം 4 മണിയോടെ അവൻ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് ഓടും. അവിടെ അവനൊരു കൂട്ടുകാരനുണ്ട്. വയസ്സായ ഉന്തുവണ്ടി തൊഴിലാളി ഭാസ്കരൻ ചേട്ടൻ. ഭാസ്കരൻ ചേട്ടന്റെ ഉന്തുവണ്ടിയിൽ നിറയെ പച്ചക്കറികളും പലചരക്ക് സാധനങ്ങളും ഉണ്ടാകും. വിനയൻ ഭാസ്കരൻ ചേട്ടന്റെ സഹായിയായി. വെയിൽ താഴുമ്പോൾ ഭാസ്കരൻ ചേട്ടൻ വിനയൻ ഒരു ഗ്ലാസ് ചായയും ഒരു കഷ്ണം പലഹാരവും വാങ്ങിക്കൊടുക്കും. ആ ചായയുടെ ചൂട് അവന്റെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ഉണർത്തി. ഭാസ്കരൻ ചേട്ടന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് വിനയൻ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകും. നഗരത്തിലെ ഒരു ചെറിയ ഹോട്ടൽ. അവിടെ അവന്റെ അടുത്ത ജോലി തുടങ്ങും. പാത്രം കഴുകിയും മേശ തുടച്ചും അവൻ സമയം കഴിച്ചുകൂട്ടി. ചൂടുവെള്ളത്തിൽ കൈകൾ പൊള്ളിച്ചും എണ്ണമയമുള്ള പാത്രങ്ങൾ കഴുകിയും അവന്റെ കൈകൾ പരുപരുത്തു. ചിലപ്പോൾ ഹോട്ടലിലെ മുതലാളി അവനോട് ദേഷ്യപ്പെടും. വേഗമേഗം, നിനക്ക് വേറെ പണിയില്ലേ? വിനയൻ ഒന്നും മിണ്ടാതെ തലകുനിച്ച് തന്റെ ജോലി തുടർന്നു. രാത്രി 10 മണിയോടെ അവന്റെ ജോലി അവസാനിക്കും. ആ ദിവസത്തെ കൂലി കിട്ടിയാൽ നേരെ പോക നാട്ടിലെ അമ്പലത്തിലേക്കാണ്. അവിടെ വൃദ്ധയായ ഒരു അമ്മയുണ്ട്, കമലമ്മ. ആഹാരമില്ലാതെ അവശയായ കമലമ്മയ്ക്ക് വിനയൻ ആഹാരം വാങ്ങിക്കൊടുക്കും. കമലമ്മയുടെ കണ്ണുകളിൽ നിറയുന്ന സ്നേഹം അവന് വലിയൊരു അനുഗ്രഹമായിരുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മോനെ, കമലമ്മ പറയും. ആ വാക്കുകൾ കേൾക്കുമ്പോൾ അവന്റെ എല്ലാ ക്ഷീണവും മാറും. അത് കഴിഞ്ഞ് അവന്റെ അടുത്ത സ്ഥലം ഒരു ചെറിയ ചായക്കടയാണ്. അവിടുത്തെ മുതലാളിക്ക് എന്നും രാത്രിയിൽ കണക്കുകൾ എഴുതാൻ വിനയന്റെ സഹായം വേണം. വിനയന് കണക്കിൽ നല്ല കഴിവുണ്ടായിരുന്നു. അവൻ വേഗത്തിൽ കണക്കുകൾ എഴുതി തീർക്കും. എല്ലാം കഴിയുമ്പോൾ സമയം രാത്രി 12 മണിയാകും. ഒരു ചായയും കുടിച്ചളർന്ന ശരീരവുമായി വിനയൻ നടന്നു നീങ്ങും തന്റെ കുടിലിന്റെ ലക്ഷ്യത്തിലേക്ക്. ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നുണ്ടാകും. അവന്റെ മനസ്സിൽ ഒരു പ്രാർത്ഥന മാത്രം: ഈശ്വരാ, നീ എല്ലാം കാണുന്നുണ്ടല്ലോ, എനിക്ക് ക്ഷമ നൽകണമേ. ആ രാത്രിയിൽ നഗരത്തിലെ തിരക്കൊഴിഞ്ഞ ഒരു തെരുവിലൂടെ പ്രിൻസിപ്പൽ പ്രൊഫസർ ജയചന്ദ്രൻ സാർ കാറിൽ വീട്ടിലേക്ക് തിരിച്ചു. സ്കൂളിലെ വാർഷികാഘോഷം കഴിഞ്ഞ് അദ്ദേഹം ഒരുപാട് സന്തോഷത്തിലായിരുന്നു.
രാത്രി വൈകിയും അദ്ദേഹത്തിന് ചില സുഹൃത്തുക്കളോടൊപ്പം പാർട്ടിയുണ്ടായിരുന്നു. നല്ല ലഹരിയിലായിരുന്ന അദ്ദേഹം പാട്ടിന്റെ താഴത്തിനൊത്തു കലയാട്ടി കാറോടിച്ചു. പെട്ടെന്ന് വെളിച്ചമില്ലാത്ത ഒരു കലുങ്കിന്റെ താഴെ ആരെയോ കാത്തൊരു വൃദ്ധ ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അടുത്ത തന്റെ സ്കൂളിലെ തളർന്നു മയങ്ങുന്ന ഒരു രൂപം. ജയചന്ദ്രൻ സാർ കാർ നിർത്തി പുറത്തിറങ്ങി. അടുത്തു ചെന്നപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. അത് തന്റെ സ്കൂളിലെ വിനയനാണ്. അവൻ തന്റെ കയ്യിലുള്ള ബാഗിൽ നിന്ന് പൊതിച്ചോറെടുത്ത് ആ വൃദ്ധയ്ക്ക് നൽകുന്നു. ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ വൃദ്ധ വിനയന്റെ തലയിൽ തലോടി എന്തോ പറഞ്ഞു. ശേഷം വിനയൻ ആ വൃദ്ധയെ താങ്ങി കുറച്ചകലെ വടി ചെറിയ വീട്ടിലേക്ക് കൊണ്ടുപോയി. ജയചന്ദ്രൻ സാർ വിനയനെ പിന്തുടർന്നു. ആ വൃദ്ധയെ വീട്ടിലാക്കി വിനയൻ നേരെ പോയത് ഒരു ചായക്കടയിലേക്കാണ്. അവിടെ ചെന്ന് ചായക്കടക്കാരനുമായി സംസാരിച്ച് കടയുടെ കണക്കുകൾ എഴുതിക്കൊടുക്കുന്നു. അപ്പോഴേക്കും സമയം രാത്രി 12 കഴിഞ്ഞിരുന്നു. ജോലിയെല്ലാം കഴിഞ്ഞ് റോഡിലൂടെ തളർന്ന് നടന്നു നീങ്ങുന്ന വിനയന്റെ രൂപം ജയചന്ദ്രൻ സാറിന്റെ മനസ്സിൽ ഒരു ഞെട്ടലുണ്ടാക്കി. തന്റെ ക്ലാസ് മുറിയിലെ ഇരുണ്ട മൂലയിൽ പരിഹാസങ്ങൾ കേട്ട് തല കുനിച്ചിരുന്ന വിനയനല്ല അപ്പോൾ അദ്ദേഹം കണ്ടത്. രാത്രിയുടെ തണുപ്പിൽ ആരുടെയും സഹായമില്ലാതെ മറ്റുള്ളവരെ സഹായിക്കാൻ ഓടി നടക്കുന്ന ഒരു നായകനെയായിരുന്നു. താൻ ഇതുവരെ കാണാതെ പോയ കളിയാക്കലുകൾക്കിടയിൽ ഒളിച്ചിരുന്ന ആ നല്ല മനസ്സിനെ ജയചന്ദ്രൻ സാർ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ നെഞ്ചു തകർന്നു. താൻ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന ചിന്ത അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. ലഹരിയെല്ലാം ഇറങ്ങി. കണ്ണുകളിൽ നിന്ന് നീരുറവ പോലെ എന്തോ ഒഴുകിയിറങ്ങുന്നത് അദ്ദേഹം അറിഞ്ഞു. ലഹരിയുടെ ആലസ്യം വിട്ടുമാറിയപ്പോൾ ജയചന്ദ്രൻ സാറിന്റെ മനസ്സിൽ ഭയവും കുറ്റബോധവും ഒരുമിച്ച് തികട്ടിൽ വന്നു. കൺമുന്നിൽ കണ്ട കാഴ്ച ഒരു ഞെട്ടലോടെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തറച്ചുനിന്നു. തന്റെ സ്കൂളിലെ ഏറ്റവും അവഗണിക്കപ്പെട്ട വിദ്യാർത്ഥി രാത്രിയുടെ യാമങ്ങളിൽ മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്ന ഒരു നായകനാണെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. വിനയൻ. ആ പേര് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പുതിയ അർത്ഥം കണ്ടെത്തി. അദ്ദേഹം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ജനലിനരികിലേക്ക് നടന്നു. പുറത്ത് നേരിയ നിലാവെളിച്ചം. തന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സത്യം ആ രാത്രിയിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. താനൊരു പ്രിൻസിപ്പളാണ്, കുട്ടികൾക്ക് അറിവ് പകരേണ്ടവൻ. എന്നാൽ വിനയനെപ്പോലെയുള്ള ഒരു കുട്ടിയുടെ യഥാർത്ഥ ജീവിതം കാണാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന ചിന്ത അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. തന്റെ മകൻ അരുൺ എല്ലാ സുഖസൗകര്യങ്ങളിലും വളർന്നവൻ. അവനൊരിക്കലും വിനയനെപ്പോലെ കഷ്ടപ്പെട്ടിട്ടില്ല. ഒരുപക്ഷേ അതുകൊണ്ടാവാം അരുണിന് മറ്റുള്ളവരോട് സഹാനുഭൂതിയില്ലാത്തതും. ജയചന്ദ്രൻ സാർ തന്റെ മകനെക്കുറിച്ച് ഓർത്തു. തന്റെ തിരക്കിട്ട ജീവിതത്തിൽ മകനെ ശ്രദ്ധിക്കാനോ അവനെ സ്നേഹിക്കാനോ തനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അടുത്ത ദിവസം രാവിലെ ജയചന്ദ്രൻ സാർ പതിവിലും നേരത്തെ സ്കൂളിലെത്തി. അദ്ദേഹത്തിന്റെ മുഖത്ത് പതിവുള്ള പുഞ്ചിരിയില്ല, പകരം ഒരുതരം ചിന്താഭാരം. സ്റ്റാഫ് റൂമിൽ ചെന്നിരുന്നു അദ്ദേഹം. വിനയന്റെ അഡ്മിഷൻ രേഖകൾ എടുത്തു നോക്കി. വിനയൻ. പിതാവ് മരിച്ചുപോയെന്നും അമ്മ ദേവി കൂലിപ്പണി ചെയ്താണ് കുടുംബം പോറ്റുന്നതെന്നും രേഖകളിലുണ്ടായിരുന്നു. ഇത്രയും കാലം താൻ ഈ വിവരങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ലല്ലോ എന്നോർത്ത് അദ്ദേഹത്തിന് ലജ്ജ തോന്നി. അദ്ദേഹം വിനയനെക്കുറിച്ച് രഹസ്യമായി അന്വേഷിക്കാൻ തുടങ്ങി. സ്കൂളിലെ പ്യൂൺ ഗോപാലനെ വിളിച്ച് വിനയന്റെ വിവരങ്ങൾ തിരക്കി. ഗോപാലൻ വിനയന്റെ അയൽക്കാരനായിരുന്നു. സാർ, വിനയൻ നല്ല കുട്ടിയാണ്. അവന്റെ അമ്മ കഷ്ടപ്പെട്ടാണ് അവനെ പഠിപ്പിക്കുന്നത്. അവൻ സ്കൂൾ വിട്ടാൽ നേരെ ജോലിക്ക് പോകും. രാത്രി വൈകിയാണ് വീട്ടിലെത്തുന്നത്, ഗോപാലൻ പറഞ്ഞു. ജയചന്ദ്രൻ സാർ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഭാസ്കരൻ ചേട്ടൻ, ഹോട്ടലിലെ ജോലി, കമലമ്മ, ചായക്കടയിലെ കണക്കുകൾ എല്ലാം അദ്ദേഹത്തിന് പുതിയ അറിവുകളായിരുന്നു. താൻ കണ്ട കാഴ്ചകൾ സത്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അന്നുച്ചയ്ക്ക് ജയചന്ദ്രൻ സാർ തന്റെ കാറിൽ വിനയൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് പോയി. ഭാസ്കരൻ ചേട്ടന്റെ ഉന്തുവണ്ടി കണ്ടപ്പോൾ അദ്ദേഹം കാർ നിർത്തി. ഭാസ്കരൻ ചേട്ടനുമായി സംസാരിച്ചു. വിനയൻ നല്ല കുട്ടിയാണ് സാർ. അവനെന്റെ മകനെപ്പോലെയാണ്. അവനില്ലെങ്കിൽ എനിക്ക് ഈ ജോലിയൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല, ഭാസ്കരൻ ചേട്ടൻ പറഞ്ഞു. ജയചന്ദ്രൻ സാർ ഹോട്ടലിലേക്ക് പോയി. ഹോട്ടൽ ഉടമയുമായി സംസാരിച്ചപ്പോൾ വിനയന്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് അദ്ദേഹം വാചാലനായി. അവന്റെ അത്രയും ആത്മാർത്ഥതയുള്ളൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല സാർ. അവന്റെ കുടുംബത്തെക്കുറിച്ച് ഓർത്ത് എനിക്ക് സങ്കടമുണ്ട്. അവസാനം അദ്ദേഹം കമലമ്മയെ കാണാൻ പോയി. കമലമ്മയുടെ കുടിലിന്റെ വാതിൽ തുറന്നപ്പോൾ ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ഒരു ലോകം അദ്ദേഹത്തിന്റെ മുന്നിൽ തെളിഞ്ഞു. കമലമ്മ വിനയനെക്കുറിച്ച് വാചാലയായി. അവൻ എന്റെ മകനാണ് സർ. അവനില്ലായിരുന്നെങ്കിൽ ഞാൻ വിശന്നു മരിച്ചു പോകുമായിരുന്നു. അവൻ എന്നും എനിക്ക് ഭക്ഷണം കൊണ്ടുവരും. അവന്റെ പ്രാർത്ഥനയാണ് എന്റെ ശക്തി. കമലമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ജയചന്ദ്രൻ സർക്ക് തന്റെ കണ്ണുകൾ നിറയുന്നത് തടയാൻ കഴിഞ്ഞില്ല.
താൻ ഇതുവരെ കണ്ടിരുന്ന ലോകം എത്ര ചെറുതായിരുന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അന്ന് രാത്രി ജയചന്ദ്രൻ സർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. വിനയന്റെ നിഷ്കളങ്കമായ മുഖം, അവന്റെ കഠിനാധ്വാനം, അവന്റെ ദയ എല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിറഞ്ഞുനിന്നു. താൻ വിനയനോട് ചെയ്ത തെറ്റുകൾ ഓരോന്നായി അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞുവന്നു. പരിഹാസങ്ങൾ കേട്ട് തലകുനിച്ചിരുന്ന വിനയനെ താൻ കണ്ടില്ലെന്ന് നടിച്ചത്, അവന്റെ ലഞ്ച് ബോക്സിനെക്കുറിച്ച് കുട്ടികൾ കളിയാക്കിയപ്പോൾ താൻ ഇടപെടാതിരുന്നത് എല്ലാം അദ്ദേഹത്തിനു വലിയ കുറ്റബോധമുണ്ടാക്കി. അടുത്ത ദിവസം രാവിലെ ജയചന്ദ്രൻ സർ ഒരു പുതിയ തീരുമാനമെടുത്തു. വിനയനോട് മാപ്പു പറയണം. അവന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ തനിക്ക് കഴിയുന്നതെല്ലാം ചെയ്യണം. സ്കൂളിൽ ദാരിദ്ര്യത്തിന്റെ പേരിൽ ഒരു കുട്ടിയും പരിഹസിക്കപ്പെടില്ലെന്ന് ഉറപ്പുവരുത്തണം. അദ്ദേഹം തന്റെ ഓഫീസിലേക്ക് നടന്നു. ഒരു പുതിയ മനുഷ്യനായി, പുതിയ ചിന്തകളുമായി. അടുത്ത ദിവസം രാവിലെ ജയചന്ദ്രൻ സർ സ്കൂളിലെത്തി. അദ്ദേഹത്തിന്റെ മനസ്സിലൊരു പുതിയ ദൃഢനിശ്ചയമുണ്ടായിരുന്നു. വിനയനെ കാണണം, അവനോട് സംസാരിക്കണം, താൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പു പറയണം. എന്നാൽ എങ്ങനെ തുടങ്ങണമെന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിനൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. ക്ലാസ് തുടങ്ങുന്നതിനു തൊട്ടുമുൻപ് ജയചന്ദ്രൻ സർ വിനയനെ തന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. പ്യൂൺ ഗോപാലൻ വിനയനെ വിളിക്കാൻ പോയപ്പോൾ ക്ലാസ്സിൽ നേരിയൊരടക്കം പറച്ചിലുയർന്നു. അവന്റെ ഫീസ് അടച്ചിട്ടുണ്ടാവില്ല, ഒരു കുട്ടി അടക്കം പറഞ്ഞു. അതോ വല്ല മോഷണക്കേസിലോ മറ്റോ പെട്ടതാണോ? മറ്റൊരുത്തൻ പരിഹസിച്ചു. വിനയൻ പതിവ് പോലെ തലകുനിച്ച് ആരുടെയും കണ്ണിൽപ്പെടാതെ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അവന്റെ മനസ്സിൽ ഭയമുണ്ടായിരുന്നു. എന്തിനാണ് പ്രിൻസിപ്പൽ തന്നെ വിളിച്ചത്? താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഓഫീസിന്റെ വാതിൽക്കലെത്തിയപ്പോൾ വിനയൻ ഒരു നിമിഷം നിന്നു. വാതിൽ തുറന്നകത്തേക്ക് കടന്നപ്പോൾ ജയചന്ദ്രൻ സർ കസേരയിൽ നിന്നെഴുന്നേറ്റ് അവനെ നോക്കി. അദ്ദേഹത്തിന്റെ മുഖത്ത് പതിവുള്ള ഗൗരവമോ പുച്ഛമോ ഉണ്ടായിരുന്നില്ല. പകരം ഒരുതരം വിഷാദവും കുറ്റബോധവും നിഴലിച്ചു നിന്നു. വിനയൻ, അകത്തേക്ക് വരൂ, ജയചന്ദ്രൻ സർ മൃദുവായി പറഞ്ഞു. വിനയൻ അമ്പരന്നു. പ്രിൻസിപ്പൽ തന്നോട് ഇത്രയും സ്നേഹത്തോടെ സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. അവൻ പതിയെ കസേരയിലിരുന്നു. തലകുനിച്ച് കൈകൾ കൂട്ടിക്കെട്ടി. വിനയൻ, എനിക്കൊരു കാര്യം നിന്നോട് സംസാരിക്കാനുണ്ട്. ജയചന്ദ്രൻ സർ സംഭാഷണം തുടർന്നു. ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാൻ വന്നതാണ്. ജയചന്ദ്രൻ സർ വാക്കുകൾക്കായി പരതി. വിനയൻ തലയുയർത്തി അദ്ദേഹത്തെ നോക്കി. അവന്റെ കണ്ണുകളിൽ അവിശ്വാസവും അതിലേറെ അത്ഭുതവും നിറഞ്ഞുനിന്നു. എന്തിനാണ് സർ? വിനയൻ പതിയെ ചോദിച്ചു. ജയചന്ദ്രൻ സാർ ഒരു ദീർഘനിശ്വാസമെടുത്തു. ഞാൻ നിന്നെ ശ്രദ്ധിച്ചില്ല വിനയൻ. നിനക്ക് സ്കൂളിൽ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളോ പരിഹാസങ്ങളോ ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു. ഒരു പ്രിൻസിപ്പൽ എന്ന നിലയിൽ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ എന്റെ കടമയിൽ വീഴ്ച വരുത്തി. നിന്റെ കഷ്ടപ്പാടുകൾ ഞാൻ മനസ്സിലാക്കിയില്ല. നിന്റെ ഹൃദയത്തിലെ വേദന ഞാൻ അറിഞ്ഞില്ല. അതിനെല്ലാം ഞാൻ നിന്നോട് മാപ്പു ചോദിക്കുന്നു. ജയചന്ദ്രൻ സാറിന്റെ ശബ്ദമിടറി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. വിനയൻ ഒന്നും മിണ്ടിയില്ല. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇത്രയും കാലം അവൻ ഉള്ളിൽ ഒതുക്കിവെച്ച വേദനയും സങ്കടങ്ങളും കണ്ണുനീരായി പുറത്തേക്ക് വന്നു. ഒരു നിമിഷം അവനെ കളിയാക്കിയ കൂട്ടുകാരുടെ മുഖങ്ങൾ, അധ്യാപകരുടെ അവഗണന, വിശന്ന വയറുമായി ജോലി ചെയ്ത രാത്രികൾ എല്ലാം അവന്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. വിനയൻ, എനിക്ക് നിന്നെ സഹായിക്കണം, ജയചന്ദ്രൻ സാർ തുടർന്നു. നിനക്ക് പഠിക്കാൻ എല്ലാ സഹായങ്ങളും ഞാൻ നൽകാം. നിനക്ക് വേണ്ട പുസ്തകങ്ങൾ, യൂണിഫോം, ഭക്ഷണം എല്ലാം സ്കൂൾ വഹിക്കും. നിനക്കിനി രാത്രിയിൽ ജോലിക്ക് പോകേണ്ടതില്ല. നിനക്ക് പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കാം. വിനയൻ തലയുയർത്തി ജയചന്ദ്രൻ സാറിനെ നോക്കി. അവന്റെ കണ്ണുകളിൽ ഒരുതരം സംശയമുണ്ടായിരുന്നു. ഇതെല്ലാം സത്യമാണോ, അതോ മറ്റൊരു തമാശയാണോ? സാർ, എനിക്കെന്റെ അമ്മയെ സഹായിക്കണം. എനിക്ക് ജോലിക്ക് പോകണം. അവന്റെ ശബ്ദം നേർത്തിരുന്നു. വിനയന്റെ അമ്മയെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. നിനക്ക് ജോലി ചെയ്യേണ്ടി വരില്ല. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ഒരുക്കാം. നിന്റെ അമ്മയെയും ഞാൻ സഹായിക്കാം, ജയചന്ദ്രൻ സാർ ഉറപ്പിച്ചു പറഞ്ഞു. നിനക്കെന്താവാനാണ് ആഗ്രഹം വിനയൻ? എനിക്കൊരു വലിയ മനുഷ്യനാകണം സാർ. എന്റെ അമ്മയെയും ഭാസ്കരൻ ചേട്ടനെയും കമലമ്മയെയും പോലുള്ളവരെ സഹായിക്കണം, വിനയൻ പറഞ്ഞു. അവന്റെ വാക്കുകളിൽ നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. നീ തീർച്ചയായും വലിയ മനുഷ്യനാകും വിനയൻ. ഞാൻ നിന്റെ കൂടെയുണ്ടാകും. ജയചന്ദ്രൻ സാർ അവനെ ചേർത്തു പിടിച്ചു. വിനയൻ ആദ്യമായൊരു സ്നേഹസ്പർശം അറിഞ്ഞു. അവന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അന്ന് ഉച്ചയ്ക്ക് ജയചന്ദ്രൻ സാർ സ്കൂളിലെ എല്ലാ അധ്യാപകരെയും സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചുകൂട്ടി. അദ്ദേഹത്തിന്റെ മുഖത്തൊരു പുതിയ ഭാവമുണ്ടായിരുന്നു. അധ്യാപകരെ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, അദ്ദേഹം തുടങ്ങി. അന്നു മുതൽ സ്കൂളിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. വിനയനെ കളിയാക്കിയിരുന്ന കുട്ടികൾക്ക് അധ്യാപകർ കർശനമായ താക്കീത് നൽകി. വിനയന് പുതിയ യൂണിഫോമും പുസ്തകങ്ങളും ലഭിച്ചു. അവന്റെ ഉച്ചഭക്ഷണത്തിന്റെ പാത്രം നിറഞ്ഞു. അവന്റെ അമ്മയ്ക്ക് ചെറിയൊരു ജോലിയും ജയചന്ദ്രൻ സർ ഏർപ്പാടാക്കിക്കൊടുത്തു. വിനയൻ ഇനി രാത്രിയിൽ ജോലിക്ക് പോകേണ്ടതില്ലായിരുന്നു.
അവന്റെ ജീവിതം പതിയെ സാധാരണ നിലയിലേക്ക് മടങ്ങിവന്നു. എന്നാൽ വിനയൻ ഒരു കാര്യം അറിയാമായിരുന്നു. ഈ മാറ്റങ്ങളെല്ലാം ജയചന്ദ്രൻ സാരെന്ന ഒറ്റ മനുഷ്യന്റെ നന്മ കൊണ്ടാണ്. സ്കൂളിലെ മറ്റു കുട്ടികൾക്ക് അവനോടുള്ള മനോഭാവം പൂർണ്ണമായും മാറിയിരുന്നില്ല. ചിലർ ഇപ്പോഴും അവനെ സംശയത്തോടെ നോക്കി. ചിലർ അടക്കം പറഞ്ഞു. വിനയൻ അതൊന്നും കാര്യമാക്കിയില്ല. അവന്റെ മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രം: നന്നായി പഠിച്ച് വലിയൊരു മനുഷ്യനാകണം. തനിക്ക് ലഭിച്ച ഈ അവസരം പാഴാക്കരുത്. പ്രിൻസിപ്പൽ ജയചന്ദ്രൻ സാർ തന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ വിനയന് ഒരു പുതിയ ലോകം തുറന്നുകൊടുത്തു. രാത്രിയിലെ ജോലികളുടെ ഭാരമില്ലാതെ അവന്റെ ദിവസങ്ങൾ പഠനത്തിനായി മാത്രം നീക്കിവെക്കാൻ അവന് കഴിഞ്ഞു. സ്കൂളിൽ നിന്ന് ലഭിച്ച പുതിയ പുസ്തകങ്ങൾ അവൻ ആവേശത്തോടെ വായിച്ചു തീർത്തു. ക്ലാസ്സിൽ അധ്യാപകർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവൻ ശ്രദ്ധയോടെ കേട്ടു. സംശയങ്ങൾ ചോദിക്കാൻ അവൻ മടിച്ചില്ല. അവന്റെ പഠന മികവ് പതിയെ മെച്ചപ്പെട്ടു തുടങ്ങി. കണക്കിലും ശാസ്ത്രത്തിലും അവന്റെ കഴിവുകൾ കൂടുതൽ പ്രകടമായി. എങ്കിലും സ്കൂളിലെ അന്തരീക്ഷം പൂർണ്ണമായും മാറിയിരുന്നില്ല. ജയചന്ദ്രൻ സാറിന്റെ ഇടപെടലുകൾ കാരണം ആരും വിനയനെ പരസ്യമായി പരിഹസിച്ചില്ല. എന്നാൽ ചില കുട്ടികളുടെ കണ്ണുകളിൽ സംശയവും അസൂയയും നിഴലിച്ചു നിന്നു. ഇവനെന്താ പ്രിൻസിപ്പലിന്റെ മകനാണോ? പെട്ടെന്ന് ഇത്രയും സൗകര്യങ്ങൾ കിട്ടിയല്ലോ. ചിലർ അടക്കം പറഞ്ഞു. ഇവന്റെ ഭാഗ്യം. മറ്റു ചിലർ പുച്ഛത്തോടെ ചിരിച്ചു. വിനയൻ അതൊന്നും കാര്യമാക്കിയില്ല. അവന്റെ ലക്ഷ്യം പഠനം മാത്രമായിരുന്നു. ഒരു ദിവസം സ്കൂളിൽ വാർഷിക ശാസ്ത്ര പ്രദർശനം പ്രഖ്യാപിച്ചു. ഓരോ ക്ലാസ്സിൽ നിന്നും മികച്ച പ്രോജക്റ്റുകൾ തിരഞ്ഞെടുത്ത് സമ്മാനം നൽകും. വിനയന് ശാസ്ത്രത്തിൽ വലിയ താൽപ്പര്യമുണ്ടായിരുന്നു. അവനൊരു ജലശുദ്ധീകരണ യന്ത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചു. തന്റെ കുടിലിനടുത്ത് കണ്ട മലിനജലം അവനെ എപ്പോഴും അലട്ടിയിരുന്നു. കുറഞ്ഞ ചിലവിൽ ലളിതമായ സാമഗ്രികൾ ഉപയോഗിച്ച് എങ്ങനെ വെള്ളം ശുദ്ധീകരിക്കാമെന്നവൻ ചിന്തിച്ചു. അവന്റെ പ്രോജക്റ്റിനെക്കുറിച്ച് കേട്ടപ്പോൾ പലരും അവനെ കളിയാക്കി. ഇവന്റെ വീട്ടിൽ കുടിവെള്ളമില്ലാത്തതുകൊണ്ടാണോ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്? ഒരു കുട്ടി ഉറക്കെ ചിരിച്ചു. ഒരു പ്ലാസ്റ്റിക് കുപ്പിയും കരിയും വെച്ച് ഇവൻ വെള്ളം ശുദ്ധീകരിക്കാൻ പോകുന്നു. മറ്റൊരുത്തൻ പരിഹസിച്ചു. വിനയൻ അവരുടെ വാക്കുകൾ കേട്ട് തലകുനിച്ചു. എന്നാൽ അവന്റെ മനസ്സിലൊരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു. അവന്റെ പ്രോജക്റ്റ് വിജയിപ്പിക്കണം. പ്രിൻസിപ്പൽ ജയചന്ദ്രൻ സാർ വിനയന്റെ പ്രോജക്റ്റിന് എല്ലാ പിന്തുണയും നൽകി. ലാബിൽ ആവശ്യമായ സാമഗ്രികൾ ഉപയോഗിക്കാൻ അനുവാദം നൽകി. ശാസ്ത്ര അധ്യാപിക ശ്രീമതി ലക്ഷ്മി വിനയനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ദിവസങ്ങളോളം ലാബിൽ സമയം ചെലവഴിച്ചു. അവന്റെ ഓരോ ശ്രമവും ഒരു പ്രാർത്ഥന പോലെയായിരുന്നു. പ്രദർശനത്തിന്റെ ദിവസം വന്നുചേർന്നു. സ്കൂൾ ഓഡിറ്റോറിയം കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും തിരക്കിൽ നിറഞ്ഞു. ഓരോ കുട്ടിയും തങ്ങളുടെ പ്രോജക്റ്റുകൾ അഭിമാനത്തോടെ അവതരിപ്പിച്ചു. വിനയൻ തന്റെ പ്രോജക്റ്റുമായി ഒരു മൂലയിൽ നിന്നു. അവന്റെ പ്രോജക്റ്റ് വളരെ ലളിതമായിരുന്നു. ഒരു പ്ലാസ്റ്റിക് കുപ്പി, മണ്ണ്, ചരൽ, കരി, തുണിയുടെ കഷ്ണങ്ങൾ എന്നിവയുപയോഗിച്ച് നിർമ്മിച്ച ഒരു ജലശുദ്ധീകരണ യന്ത്രം. ജഡ്ജിമാർ ഓരോ പ്രോജക്റ്റും വിലയിരുത്തി മുന്നോട്ടു നീങ്ങി. വിനയന്റെ സ്റ്റാളിലെത്തിയപ്പോൾ ചിലർക്ക് പുച്ഛം തോന്നി. ഇതൊരു കുട്ടിക്കളിയല്ലേ? ഒരു ജഡ്ജി അടക്കം പറഞ്ഞു. എന്നാൽ ജയചന്ദ്രൻ സർ വിനയന് പൂർണ്ണ പിന്തുണ നൽകി. വിനയന്റെ പ്രോജക്റ്റ് വിശദീകരിക്കൂ, അദ്ദേഹം പറഞ്ഞു. വിനയൻ തന്റെ പ്രോജക്റ്റ് വിശദീകരിച്ചു. മലിനജലം എങ്ങനെ ഈ യന്ത്രത്തിലൂടെ കടന്നുപോകുമ്പോൾ ശുദ്ധീകരിക്കപ്പെടുന്നുവെന്ന് അവൻ ലളിതമായി വിവരിച്ചു. അവന്റെ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നു. അവൻ തന്റെ പ്രോജക്റ്റിന്റെ പ്രായോഗികതയെക്കുറിച്ച് സംസാരിച്ചു. സർ, ഇതെന്റെ വീട്ടിലെ വെള്ളം ശുദ്ധീകരിക്കാൻ ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഇത് കുറഞ്ഞ ചെലവിൽ ആർക്കും ഉണ്ടാക്കാൻ കഴിയും, വിനയൻ പറഞ്ഞു. ജഡ്ജിമാർ വിനയന്റെ വാക്കുകൾ കേട്ട് അത്ഭുതപ്പെട്ടു. അവൾ അവന്റെ പ്രോജക്റ്റിനെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു. വിനയൻ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകി. അവന്റെ അറിവും ആത്മാർത്ഥതയും അവരെ ആകർഷിച്ചു. ഫലപ്രഖ്യാപന സമയമായി. പ്രിൻസിപ്പൽ ജയചന്ദ്രൻ സർ മൈക്കിനടുത്തു വന്നു. ഈ വർഷത്തെ ശാസ്ത്ര പ്രദർശനത്തിൽ 1ാം സമ്മാനം നേടുന്നത് ഒരു ലളിതവും എന്നാൽ വളരെ പ്രായോഗികവുമായ ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിന്റെ പിന്നിൽ പ്രവർത്തിച്ച വിദ്യാർത്ഥി വിനയൻ. ഓഡിറ്റോറിയത്തിൽ ഒരു നിമിഷം നിശബ്ദത തളം കെട്ടി. പിന്നീട് നേരിയൊരു അടക്കം പറച്ചിൽ ഉയർന്നു. വിനയനെ കളിയാക്കിയിരുന്ന കുട്ടികൾ ഞെട്ടി പരസ്പരം നോക്കി. വിനയൻ പതിയെ സ്റ്റേജിലേക്കു നടന്നു. അവന്റെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. ജയചന്ദ്രൻ സർ അവനെ ചേർത്തുപിടിച്ച് സമ്മാനം നൽകി. അഭിനന്ദനങ്ങൾ വിനയൻ, നീ ഞങ്ങൾക്ക് അഭിമാനമാണ്, ജയചന്ദ്രൻ സാർ പറഞ്ഞു. വിനയൻ സമ്മാനം വാങ്ങി തലകുനിച്ച് നന്ദി പറഞ്ഞു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ വിജയം അവന് വെറുമൊരു സമ്മാനമായിരുന്നില്ല, അതവന്റെ കഷ്ടപ്പാടുകൾക്കുള്ള അംഗീകാരമായിരുന്നു, അവന്റെ ആത്മാർത്ഥ പരിശ്രമങ്ങൾക്കുള്ള പ്രതിഫലമായിരുന്നു. സമ്മാനദാന ചടങ്ങിനു ശേഷം വിനയൻ നേരെ ഭാസ്കരൻ ചേട്ടന്റെ അടുത്തേക്കും കമലമ്മയുടെ അടുത്തേക്കും പോയി. അവന്റെ വിജയം അവരുമായി പങ്കുവയ്ക്കണം. ഭാസ്കരൻ ചേട്ടൻ വിനയനെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കിട്ടു. മോനെ, എനിക്കറിയാമായിരുന്നു നീയൊരു ദിവസം വലിയ നിലയിലെത്തുമെന്ന്. കമലമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കട്ടെ മോനെ, അവർ പ്രാർത്ഥിച്ചു. അവരുടെ സന്തോഷം വിനയന്റെ വിജയം കൂടുതൽ മധുരമുള്ളതാക്കി. ശാസ്ത്രപ്രദർശനത്തിലെ വിജയം വിനയന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചു. സ്കൂളിൽ അവനെ കളിയാക്കിയിരുന്ന പല കുട്ടികളും ഇപ്പോൾ അവനെ അത്ഭുതത്തോടെ നോക്കി. ചിലർക്ക് അത്ഭുതമായിരുന്നു, മറ്റു ചിലർക്ക് അസൂയ.
ഇവൻ എങ്ങനെ ജയിച്ചു? പ്രിൻസിപ്പൽ സാർ സഹായിച്ചതുകൊണ്ടായിരിക്കും, ചിലർ അടക്കം പറഞ്ഞു. അവന് ഭാഗ്യമുണ്ടായി, മറ്റു ചിലർ പുച്ഛത്തോടെ ചിരിച്ചു. എന്നാൽ വിനയന്റെ മനസ്സിൽ ഈ വാക്കുകളൊന്നും ഒരു ചലനവും ഉണ്ടാക്കിയില്ല. അവന്റെ കണ്ണുകൾക്ക് ഇപ്പോൾ വ്യക്തമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ജയചന്ദ്രൻ സാർ വിനയന്റെ വിജയത്തിൽ അതിയായി സന്തോഷിച്ചു. അദ്ദേഹം വിനയനെ തന്റെ ഓഫീസിലേക്ക് വിളിച്ച് അഭിനന്ദിച്ചു. വിനയൻ, നിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണിത്. നീ ഞങ്ങൾക്ക് അഭിമാനമാണ്. നിനക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ കഴിയും, ജയചന്ദ്രൻ സാർ പറഞ്ഞു. വിനയൻ തലകുനിച്ചു നന്ദി പറഞ്ഞു. എന്നാൽ ഈ വിജയം വിനയനു പുതിയ വെല്ലുവിളികളും കൊണ്ടുവന്നു. സ്കൂളിലെ ചില അധ്യാപകർ പോലും വിനയന്റെ വിജയത്തെ സംശയത്തോടെ നോക്കി. പ്രത്യേകിച്ച് വിനയൻ 1ാം സമ്മാനം നേടിയപ്പോൾ 2ാം സമ്മാനം ലഭിച്ച സുമേഷ് എന്ന വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ സ്കൂളിൽ വന്ന് പരാതിപ്പെട്ടു. എന്റെ മകനാണ് യഥാർത്ഥത്തിൽ വിജയിക്കേണ്ടിയിരുന്നത്. ദരിദ്രനായ ഒരു കുട്ടിയെ പ്രിൻസിപ്പൽ സാർ സഹായിച്ചതുകൊണ്ടാണ് അവന് സമ്മാനം ലഭിച്ചത്, സുമേഷിന്റെ അച്ഛൻ ജയചന്ദ്രൻ സാറിനോട് പറഞ്ഞു. ജയചന്ദ്രൻ സാർ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവരുടെ മനസ്സിൽ സംശയം നിലനിന്നു. വിനയനെ സംബന്ധിച്ചിടത്തോളം ഈ വിജയങ്ങൾ അവനെ കൂടുതൽ വിനയാനുതനാക്കി. അവൻ തന്റെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. രാത്രികളിൽ അവന്റെ കുടിലിന്റെ മൂലയിലിരുന്ന് അവൻ പുസ്തകങ്ങൾ വായിച്ചു. ഭാസ്കരൻ ചേട്ടനും കമലമ്മയും അവന്റെ വിജയത്തിൽ അതിയായി സന്തോഷിച്ചു. അവർ അവന് പ്രാർത്ഥനകളിലൂടെയും സ്നേഹത്തിലൂടെയും പിന്തുണ നൽകി. 1 മാസം കഴിഞ്ഞപ്പോൾ സ്കൂളിൽ പുതിയൊരു പ്രഖ്യാപനമുണ്ടായി. സംസ്ഥാനതല ശാസ്ത്രമത്സരത്തിലേക്ക് സ്കൂളിൽ നിന്ന് ഒരു വിദ്യാർത്ഥിയെ തിരഞ്ഞെടുക്കും. ഈ മത്സരം വിനയനൊരു വലിയ അവസരമായിരുന്നു. അവൻ തന്റെ ജലശുദ്ധീകരണ യന്ത്രം കൂടുതൽ മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചു. എന്നാൽ സുമേഷും അവന്റെ സുഹൃത്തുക്കളും വിനയനെതിരെ നീക്കങ്ങൾ തുടങ്ങി. ഇവൻ എങ്ങനെയെങ്കിലും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് തടയണം, സുമേഷ് തന്റെ കൂട്ടുകാരോട് പറഞ്ഞു. വിനയൻ ശാസ്ത്രലാബിൽ തന്റെ പ്രോജക്റ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കുട്ടികൾ അവനെ ശല്യപ്പെടുത്താൻ തുടങ്ങി. ലാബിലെ സാധനങ്ങൾ ഒളിപ്പിക്കുക, അവന്റെ പ്രോജക്റ്റിന്റെ ഭാഗങ്ങൾ മാറ്റിവെക്കുക തുടങ്ങിയ കുസൃതികൾ അവർ കാണിച്ചു. ഒരു ദിവസം വിനയൻ തന്റെ പ്രോജക്റ്റിന്റെ ഒരു പ്രധാന ഭാഗം ലാബിൽ വെച്ചു പോയപ്പോൾ അത് കാണാതായി. അവൻ പരിഭ്രാന്തനായി. ഈ ഭാഗമില്ലാതെ അവന് പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ കഴിയില്ലായിരുന്നു. അവൻ ലാബിൽ മുഴുവൻ തിരഞ്ഞു, പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വിനയൻ സങ്കടത്തോടെ ജയചന്ദ്രൻ സാറിനെ സമീപിച്ചു. സാർ, എന്റെ പ്രോജക്റ്റിന്റെ ഒരു ഭാഗം കാണാനില്ല, അവൻ പറഞ്ഞു. ജയചന്ദ്രൻ സാർക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം ലാബിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ഉത്തരവിട്ടു. ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ സുമേഷും അവന്റെ കൂട്ടുകാരും ലാബിൽ നിന്ന് ആ ഭാഗമെടുത്ത് ഒളിപ്പിക്കുന്നത് കണ്ടു. ജയചന്ദ്രൻ സാർക്ക് ദേഷ്യം വന്നു. അദ്ദേഹം സുമേഷിനെയും കൂട്ടുകാരെയും വിളിച്ച് ശാസിച്ചു. അവർക്ക് വിനയനോട് മാപ്പു പറയാൻ നിർദ്ദേശിച്ചു. സുമേഷും കൂട്ടുകാരും മനസ്സില്ലാ മനസ്സോടെ വിനയനോട് മാപ്പു പറഞ്ഞു. അവർ ഒളിപ്പിച്ചുവെച്ച പ്രോജക്റ്റിന്റെ ഭാഗം തിരികെ നൽകി. വിനയൻ അവരോട് ക്ഷമിച്ചു. അവന്റെ മനസ്സിൽ ദേഷ്യമോ പകയോ ഉണ്ടായിരുന്നില്ല. ഈ സംഭവം വിനയനെ കൂടുതൽ ശക്തനാക്കി. സംസ്ഥാനതല മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ജയചന്ദ്രൻ സാർ വിനയനു പ്രത്യേക പരിശീലനം നൽകാൻ ശാസ്ത്ര അധ്യാപിക ശ്രീമതി ലക്ഷ്മിയോട് ആവശ്യപ്പെട്ടു. ശ്രീമതി ലക്ഷ്മി വിനയന് എല്ലാ സഹായവും നൽകി. അവന്റെ അറിവും കഴിവും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. വിനയൻ ദിവസങ്ങളോളം പഠിച്ചു. അവന്റെ ഓരോ പ്രാർത്ഥനയും അവനു ശക്തി നൽകി. മത്സരത്തിന്റെ തലേദിവസം വിനയൻ തന്റെ കുടിലിന്റെ മൂലയിലിരുന്ന് പഠിക്കുകയായിരുന്നു. പെട്ടെന്ന് കനത്ത മഴ തുടങ്ങി. അവന്റെ കുടിലിന്റെ മേൽക്കൂര ചോർന്നു. പുസ്തകങ്ങളും നോട്ട്ബുക്കുകളും നനയാൻ തുടങ്ങി. അവൻ പരിഭ്രാന്തനായി. ഈ പുസ്തകങ്ങൾ അവൻ അത്രയേറെ വിലപ്പെട്ടതായിരുന്നു. അവൻ പുസ്തകങ്ങൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റുകൊണ്ട് മൂടി. തണുത്തു വിറച്ചവൻ ആ രാത്രി കഴിച്ചുകൂട്ടി. അവന്റെ മനസ്സിൽ ഒരു നിമിഷം സംശയമുണ്ടായി. എനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുമോ? എനിക്ക് ഇത്രയും കഷ്ടപ്പാടുകൾക്കിടയിൽ വിജയിക്കാൻ കഴിയുമോ? എന്നാൽ അടുത്ത നിമിഷം അവന്റെ മനസ്സിൽ അമ്മയുടെ വാക്കുകൾ മുഴങ്ങി. മോനെ, ഈശ്വരൻ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. ഭാസ്കരൻ ചേട്ടന്റെയും കമലമ്മയുടെയും സ്നേഹം അവന്റെ മനസ്സിൽ നിറഞ്ഞു. ജയചന്ദ്രൻ സാറിന്റെ വിശ്വാസം അവന് ശക്തി നൽകി. അവൻ കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു. ഈശ്വര, എനിക്ക് ശക്തി നൽകണമേ. അവന്റെ മനസ്സിൽ ഒരു പുതിയ ദൃഢനിശ്ചയമുണ്ടായി. അവൻ ഈ മത്സരം വിജയിക്കും, തനിക്കു വേണ്ടി മാത്രമല്ല, തന്നെ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി. മഴയൊഴിഞ്ഞ പുലർക്കാലം. വിനയൻ തണുത്തു വിറച്ച നനഞ്ഞ പുതപ്പിനുള്ളിൽ നിന്ന് എഴുന്നേറ്റു. ഇന്നാണ് സംസ്ഥാനതല ശാസ്ത്രമത്സരം. അവന്റെ മനസ്സിൽ ഒരുതരം ഭയവും ആവേശവും ഒരുമിച്ച് നിറഞ്ഞു. അമ്മ ദേവി നേരത്തെ എഴുന്നേറ്റ് അവനുവേണ്ടി പ്രഭാതഭക്ഷണം തയ്യാറാക്കിയിരുന്നു. പഴയ റൊട്ടിയും ചായയും.
മോനെ, ഈശ്വരൻ നിന്റെ കൂടെയുണ്ടാകും. ധൈര്യമായി പോയി വാ, അമ്മ അവനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു. ആ വാക്കുകൾ അവന് വലിയ ശക്തി നൽകി. ജയചന്ദ്രൻ സാർ അവനെ സ്കൂളിൽ നിന്ന് മത്സരസ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഒരു വാൻ ഏർപ്പാട് ചെയ്തിരുന്നു. എന്നാൽ വിനയൻ അത് നിരസിച്ചു. സർ, എനിക്ക് ബസ്സിൽ പോയാൽ മതി. എന്റെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാകും. അവന്റെ വിനയം ജയചന്ദ്രൻ സാറിനെ അത്ഭുതപ്പെടുത്തി. ശരി വിനയൻ, നിനക്ക് വേണ്ടതെന്തും എന്നോട് പറയാൻ മടിക്കരുത്, ജയചന്ദ്രൻ സാർ പറഞ്ഞു. വിനയൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അവന്റെ കയ്യിൽ തന്റെ ജലശുദ്ധീകരണ യന്ത്രത്തിന്റെ മാതൃകയും ഒരു ചെറിയ ബാഗും. ബസ്സിൽ കയറിയപ്പോൾ അവന്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കടന്നുപോയി. തന്നെ കളിയാക്കിയ കുട്ടികൾ, പരിഹസിച്ച അധ്യാപകർ, എല്ലാവരുടെയും മുഖങ്ങൾ അവന്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. എന്നാൽ അവന്റെ മനസ്സിൽ ഒരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു. അവനീ മത്സരം വിജയിക്കും. തനിക്കു വേണ്ടി മാത്രമല്ല, തന്നെ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി. മത്സരസ്ഥലത്തെത്തിയപ്പോൾ വിനയൻ അമ്പരന്നുപോയി. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ, അവരെ അനുഗമിച്ച അധ്യാപകർ, രക്ഷിതാക്കൾ, പരിശീലകർ എല്ലാവരും തിളക്കമുള്ള യൂണിഫോമുകളും പുതിയ പുസ്തകങ്ങളുമായി നിൽക്കുന്നു. ചിലരുടെ കയ്യിൽ വലിയ പ്രോജക്റ്റ് മോഡലുകൾ. വിനയൻ തന്റെ പഴയ യൂണിഫോമിൽ ചെറിയ മോഡലുമായി ഒരു മൂലയിൽ നിന്നു. അവൻ ഒറ്റയ്ക്കായിരുന്നു. അവന്റെ കൂടെ ആരുമുണ്ടായിരുന്നില്ല. ഒരു നിമിഷം അവന് സങ്കടം തോന്നി. ഇവൻ എവിടെ നിന്നാ വരുന്നത്? ഒരു കുട്ടി മറ്റൊരാളോട് അടക്കം പറഞ്ഞു. ഈ പഴയ യൂണിഫോമിട്ട ഇവൻ എന്തിനാ ഇവിടെ വന്നത്? മറ്റൊരുത്തൻ പരിഹസിച്ചു. വിനയൻ അതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ സ്റ്റോളിലേക്ക് നടന്നു. അവന്റെ പ്രോജക്റ്റ് മോഡൽ അവിടെ വെച്ച് അവൻ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. മത്സരം തുടങ്ങി. ജഡ്ജിമാർ ഓരോ സ്റ്റാളിലൂടെയും നടന്ന് പ്രോജക്റ്റുകൾ വിലയിരുത്തി. വിനയന്റെ സ്റ്റാളിലെത്തിയപ്പോൾ ചില ജഡ്ജിമാർക്ക് പുച്ഛം തോന്നി. ഇതൊരു സാധാരണ മോഡലാണല്ലോ, ഒരു ജഡ്ജി പറഞ്ഞു. എന്നാൽ വിനയൻ തന്റെ പ്രോജക്റ്റിനെക്കുറിച്ച് വിശദീകരിക്കാൻ തുടങ്ങി. മലിനജലം എങ്ങനെ ശുദ്ധീകരിക്കാമെന്നും ഇതെങ്ങനെ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുമെന്നും അവൻ ലളിതമായി വിവരിച്ചു. അവന്റെ വാക്കുകളിൽ ആത്മാർത്ഥതയും അറിവും നിറഞ്ഞു നിന്നു. വിനയന്റെ വിശദീകരണം കേട്ടപ്പോൾ ജഡ്ജിമാർക്ക് അത്ഭുതമായി. അവർ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു. വിനയൻ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകി. അവന്റെ അറിവും ലളിതമായ സാമഗ്രികൾ ഉപയോഗിച്ച് അവൻ ചെയ്ത പ്രോജക്റ്റിന്റെ പ്രായോഗികതയും അവരെ ആകർഷിച്ചു. ഒരു ജഡ്ജി വിനയനോട് ചോദിച്ചു, ഈ ആശയം നിനക്ക് എവിടെ നിന്നു കിട്ടി? വിനയൻ തന്റെ കുടിലിനടുത്തുള്ള മലിനജലത്തെക്കുറിച്ചും അത് ശുദ്ധീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും വിവരിച്ചു. അവന്റെ വാക്കുകളിൽ നിഷ്കളങ്കതയും സത്യസന്ധതയും ഉണ്ടായിരുന്നു. മത്സരം അവസാനിച്ചു. ഫലപ്രഖ്യാപന സമയമായി. ഓഡിറ്റോറിയം വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കൊണ്ടു നിറഞ്ഞു. വിനയന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അവൻ കണ്ണുകളടച്ചു പ്രാർത്ഥിച്ചു. സംഘാടകൻ മൈക്കിനടുത്തു വന്നു. സംസ്ഥാനതല ശാസ്ത്രമത്സരത്തിൽ 1ാം സമ്മാനം നേടുന്നത്? ഒരു നിമിഷം നിശബ്ദത തളംകെട്ടി. വിനയന്റെ ഹൃദയം നിലച്ചുപോയെന്ന് അവന് തോന്നി. നഗരത്തിലെ ഹൈസ്കൂളിൽ നിന്നുള്ള വിനയൻ. ഓഡിറ്റോറിയത്തിൽ ഒരു നിമിഷം നിശബ്ദത തളംകെട്ടി. പിന്നീട് നേരിയ ഒരു അടക്കം പറച്ചിലുയർന്നു. വിനയൻ ഞെട്ടിപ്പോയി. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ പതിയെ സ്റ്റേജിലേക്ക് നടന്നു. അവന്റെ കണ്ണുകൾക്കു മുന്നിൽ എല്ലാം മങ്ങുന്നതുപോലെ തോന്നി. ജയചന്ദ്രൻ സർ, ഭാസ്കരൻ ചേട്ടൻ, കമലമ്മ, അമ്മ ദേവി, എല്ലാവരുടെയും മുഖങ്ങൾ അവന്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. സംഘാടകൻ വിനയന് ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകി. അഭിനന്ദനങ്ങൾ വിനയൻ, നിന്റെ പ്രോജക്റ്റ് വളരെ മികച്ചതായിരുന്നു. ഇത് സമൂഹത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്, സംഘാടകൻ പറഞ്ഞു. വിനയൻ തലകുനിച്ച് നന്ദി പറഞ്ഞു. സ്കൂളിൽ തിരിച്ചെത്തിയപ്പോൾ വിനയനെ കാത്ത് ജയചന്ദ്രൻ സാറും മറ്റു ചില അധ്യാപകരും ഉണ്ടായിരുന്നു. ജയചന്ദ്രൻ സാർ വിനയനെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചു. വിനയൻ, നീ ഞങ്ങൾക്ക് അഭിമാനമാണ്. നീ ഞങ്ങളുടെ സ്കൂളിന് വലിയൊരു വിജയം നേടിക്കൊടുത്തു, ജയചന്ദ്രൻ സാർ പറഞ്ഞു. വിനയനെ കളിയാക്കിയിരുന്ന കുട്ടികൾ ഞെട്ടി പരസ്പരം നോക്കി. അവർക്കീ വിജയം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സുമേഷ് അസൂയയോടെ വിനയനെ നോക്കി. അവനെങ്ങനെ ജയിച്ചു? അവൻ അടക്കം പറഞ്ഞു. എന്നാൽ വിനയൻ അവരുടെ വാക്കുകളൊന്നും ശ്രദ്ധിച്ചില്ല. അവന്റെ മനസ്സിൽ ഒരുതരം ശാന്തത നിറഞ്ഞു. അവന്റെ കഷ്ടപ്പാടുകൾക്ക് ഈശ്വരൻ നൽകിയ പ്രതിഫലമായിരുന്നു ഈ വിജയം. സംസ്ഥാനതല ശാസ്ത്രമത്സരത്തിലെ വിജയത്തിനു ശേഷം വിനയൻ സ്കൂളിലേക്ക് മടങ്ങിയെത്തിയത് ഒരു പുതിയ താരത്തെപ്പോലെയായിരുന്നു. അവന്റെ പഴയ യൂണിഫോമും കീറിയ ചെരുപ്പുകൾ ഇപ്പോഴും അതേപടി. എന്നാൽ അവനെ നോക്കുന്ന കണ്ണുകളിൽ ഇപ്പോൾ പുച്ഛത്തിനു പകരം അത്ഭുതവും ബഹുമാനവും നിറഞ്ഞു നിന്നു. ചിലർക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തങ്ങൾ കളിയാക്കിയിരുന്ന ആ ദരിദ്രനായ കുട്ടിക്ക് ഇങ്ങനെയൊരു വിജയം നേടാൻ കഴിയുമെന്ന്. ക്ലാസ് മുറിയിൽ അവൻ കയറിയപ്പോൾ പതിവില്ലാത്തൊരു നിശബ്ദത തളംകെട്ടി. സുമേഷ് അസൂയയോടെ അവനെ നോക്കി. അവന്റെ കൂട്ടുകാർ അടക്കം പറഞ്ഞു. വിനയൻ പതിവ് പോലെ അവസാന ബെഞ്ചിലെ തന്റെ ഇഷ്ടപ്പെട്ട സീറ്റിൽ പോയിരുന്നു. അവന്റെ മനസ്സിൽ യാതൊരു ഭാവവ്യത്യാസവുമില്ലായിരുന്നു. ഈ വിജയം അവനെ അഹങ്കാരിയാക്കിയില്ല, മറിച്ച് കൂടുതൽ വിനയാൻവിതനാക്കി. അടുത്ത ദിവസം രാവിലെ സ്കൂൾ അസംബ്ലിയിൽ
പ്രിൻസിപ്പൽ ജയചന്ദ്രൻ സാർ വിനയന്റെ വിജയത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചു. നമ്മുടെ സ്കൂളിന് അഭിമാനമായൊരു വാർത്തയുണ്ട്. നമ്മുടെ വിദ്യാർത്ഥി വിനയൻ സംസ്ഥാനതല ശാസ്ത്ര മത്സരത്തിൽ 1ാം സമ്മാനം നേടിയിരിക്കുന്നു. ജയചന്ദ്രൻ സാർ പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്കിടയിൽ നേരിയൊരു അടക്കം പറച്ചിലുയർന്നു. പലർക്കും ഈ വാർത്ത വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജയചന്ദ്രൻ സാർ തുടർന്നു. വിനയൻ, സ്റ്റേജിലേക്ക് വരണം. വിനയൻ പതിയെ തല കുനിച്ച് സ്റ്റേജിലേക്ക് നടന്നു. അവന്റെ ഓരോ ചുവടിലും ദൃഢനിശ്ചയമുണ്ടായിരുന്നു. സ്റ്റേജിലെത്തിയപ്പോൾ ജയചന്ദ്രൻ സാർ അവനെ ചേർത്തുപിടിച്ചു. വിനയൻ നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. ജയചന്ദ്രൻ സാർ മൈക്കിലൂടെ പറഞ്ഞു. അവന്റെ കഠിനാധ്വാനവും അർപ്പണബോധവുമാണ് ഈ വിജയത്തിനു പിന്നിൽ. ദാരിദ്ര്യമോ സാഹചര്യങ്ങളോ ഒരു വ്യക്തിയുടെ കഴിവിനെ അളക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളല്ലെന്ന് വിനയൻ നമുക്ക് തെളിയിച്ചു തന്നു. ഓരോ വിദ്യാർത്ഥിക്കും അവരുടേതായ കഴിവുകളുണ്ട്. അവയെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇനി മുതൽ നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടിയും ദാരിദ്ര്യത്തിന്റെ പേരിലോ മറ്റു യാതൊരു കാരണത്താലോ പരിഹസിക്കപ്പെടില്ല. ഓരോ കുട്ടിക്കും തുല്യമായ പരിഗണന ലഭിക്കും. ജയചന്ദ്രൻ സാറിന്റെ വാക്കുകൾ വിദ്യാർത്ഥികളിലും അധ്യാപകരിലും ഒരുപോലെ സ്വാധീനം ചെലുത്തി. സുമേഷും അവന്റെ കൂട്ടുകാരും തലകുനിച്ചു. വിനയൻ തലയുയർത്തി നോക്കി. അവന്റെ കണ്ണുകളിൽ ഒരുതരം ശാന്തത നിറഞ്ഞു. അവന്റെ കഷ്ടപ്പാടുകൾക്ക് ഈശ്വരൻ നൽകിയ പ്രതിഫലമായിരുന്നു ഈ നിമിഷം. അന്നുമുതൽ സ്കൂളിലെ അന്തരീക്ഷം പതിയെ മാറാൻ തുടങ്ങി. വിനയനോടുള്ള കുട്ടികളുടെ സമീപനത്തിൽ മാറ്റം വന്നു. ചിലർ അവനോട് സംസാരിക്കാൻ തുടങ്ങി, സംശയങ്ങൾ ചോദിച്ചു. അവൻ എല്ലാവരോടും സ്നേഹത്തോടെയും വിനയത്തോടെയും പെരുമാറി. അവന്റെ ലാളിത്യം പലരെയും ആകർഷിച്ചു. ഒരു ദിവസം കണക്ക് ക്ലാസ്സിൽ ഒരു പുതിയ പാഠം പഠിപ്പിക്കുകയായിരുന്നു. സുമേഷിന് ആ പാഠം മനസ്സിലായില്ല. അവൻ നിരാശയോടെയിരുന്നു. വിനയൻ അത് ശ്രദ്ധിച്ചു. ക്ലാസ് കഴിഞ്ഞപ്പോൾ വിനയൻ സുമേഷിന്റെ അടുത്തേക്ക് ചെന്നു. സുമേഷ്, നിനക്കെന്തെങ്കിലും സംശയമുണ്ടോ? വിനയൻ പതിയെ ചോദിച്ചു. സുമേഷ് വിനയനെ അത്ഭുതത്തോടെ നോക്കി. അവന്റെ മനസ്സിൽ ഒരുതരം ലജ്ജ തോന്നി. താൻ ഇത്രയും കാലം കളിയാക്കിയിരുന്നവനാണ് ഇപ്പോൾ തന്നെ സഹായിക്കാൻ വന്നിരിക്കുന്നത്. എനിക്ക് ഈ കണക്ക് മനസ്സിലായില്ല, സുമേഷ് പതിയെ പറഞ്ഞു. വിനയൻ അവനെ സഹായിക്കാൻ തുടങ്ങി. ലളിതമായ ഭാഷയിൽ വ്യക്തമായി അവൻ കണക്കുകൾ വിശദീകരിച്ചു. സുമേഷിനത് വേഗത്തിൽ മനസ്സിലായി. നന്ദി വിനയൻ, സുമേഷ് പറഞ്ഞു. അവന്റെ ശബ്ദത്തിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നു. വിനയൻ പുഞ്ചിരിച്ചു. അവന്റെ മനസ്സിൽ സന്തോഷം തോന്നി. സ്കൂളിനു ശേഷം വിനയൻ പതിവുപോലെ ഭാസ്കരൻ ചേട്ടനെയും കമലമ്മയെയും കാണാൻ പോയി. അവന്റെ വിജയം അവരെ അതിയായി സന്തോഷിപ്പിച്ചിരുന്നു. മോനെ, ഞങ്ങളുടെ എല്ലാം അഭിമാനമാണ്, ഭാസ്കരൻ ചേട്ടൻ പറഞ്ഞു. കമലമ്മ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കട്ടെ മോനെ, അവർ പ്രാർത്ഥിച്ചു. അവരുടെ സ്നേഹം വിനയനു വലിയൊരു ശക്തിയായിരുന്നു. രാത്രിയിൽ തന്റെ കുടിലിന്റെ മൂലയിലിരുന്നു വിനയൻ പുസ്തകങ്ങൾ വായിച്ചു. പുറത്ത് നേരിയ നിലാവെളിച്ചമുണ്ടായിരുന്നു. അവന്റെ മനസ്സിൽ ഒരുതരം ശാന്തത നിറഞ്ഞു. തന്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ച് അവൻ ചിന്തിച്ചു. ദാരിദ്ര്യവും പരിഹാസങ്ങളും നിറഞ്ഞ അവന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവന്നത് ജയചന്ദ്രൻ സാറാണ്. എന്നാൽ ഈ വെളിച്ചം നിലനിർത്തേണ്ടത് തന്റെ കടമയാണെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു. ഈശ്വരാ, നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകണമേ. വിനയന്റെ ജീവിതം പതിയെ ഒരു പുതിയ താളത്തിലേക്ക് മാറി. സ്കൂളിൽ അവനിപ്പോൾ ഒറ്റയ്ക്കായിരുന്നില്ല. സുമേഷ് പോലും അവനോട് സൗഹൃദം സ്ഥാപിക്കാൻ തുടങ്ങി. കണക്കിൽ സംശയങ്ങളുള്ളപ്പോൾ സുമേഷ് വിനയനെ സമീപിച്ചു. വിനയൻ അവനെ സഹായിക്കാൻ മടിച്ചില്ല. അവരുടെ സൗഹൃദം പതിയെ വളർന്നു. ക്ലാസ്സിലെ മറ്റു കുട്ടികളും വിനയനോട് ബഹുമാനത്തോടെ പെരുമാറി. അവന്റെ ലാളിത്യവും വിനയവും അവരെ ആകർഷിച്ചു. ഒരു ദിവസം സ്കൂളിൽ പുതിയൊരു അറിയിപ്പുണ്ടായി. നഗരത്തിലെ പ്രമുഖ സ്കൂളുകൾ പങ്കെടുക്കുന്ന ഒരു അന്തർ സ്കൂൾ ക്വിസ് മത്സരം. ഈ മത്സരം സ്കൂളിന്റെ അഭിമാന പ്രശ്നമായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ തങ്ങളുടെ സ്കൂളിന് ഈ മത്സരത്തിൽ കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ജയചന്ദ്രൻ സാർ ഈ വർഷം വിജയിക്കാൻ ദൃഢനിശ്ചയം ചെയ്തു. ക്വിൻസ് ടീമിനെ തെരഞ്ഞെടുക്കാൻ ഒരു പ്രാഥമിക മത്സരം നടത്തി. വിനയൻ, സുമേഷ്, നീന, അർജുൻ എന്നിവരടങ്ങുന്ന ഒരു ടീമിനെയാണ് സ്കൂളിനെ പ്രതിനിധീകരിക്കാൻ തെരഞ്ഞെടുത്തത്. വിനയൻ ഈ ടീമിൽ ഉൾപ്പെട്ടതിൽ പലർക്കും അത്ഭുതമായി. സുമേഷിന് വിനയനോട് അസൂയ തോന്നിയെങ്കിലും അവന്റെ കഴിവ് അവനറിയാമായിരുന്നു. ക്വിസ് മത്സരത്തിനുള്ള പരിശീലനം തുടങ്ങി. ദിവസവും സ്കൂൾ കഴിഞ്ഞാൽ ടീം അംഗങ്ങൾ ഒരുമിച്ച് പഠിച്ചു. വിനയന്റെ അറിവ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ചരിത്രം, ഭൂമിശാസ്ത്രം, ശാസ്ത്രം, സാഹിത്യം എല്ലാ വിഷയങ്ങളിലും അവന് നല്ല അറിവുണ്ടായിരുന്നു. അവന്റെ ഓർമ്മശക്തിയും വേഗതയും ടീമിന് വലിയൊരു മുതൽക്കൂട്ടായി. സുമേഷ് പോലും വിനയന്റെ അറിവിനെ അംഗീകരിച്ചു. വിനയനില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ മത്സരത്തിൽ ജയിക്കാൻ കഴിയില്ലായിരുന്നു, സുമേഷ് പറഞ്ഞു. വിനയൻ പുഞ്ചിരിച്ചു. മത്സരത്തിന്റെ തലേദിവസം വിനയൻ പതിവ് പോലെ ഭാസ്കരൻ ചേട്ടനെയും കമലമ്മയെയും കാണാൻ പോയി. അവന്റെ ക്വിസ് മത്സരത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു. മോനെ, ഈശ്വരൻ നിന്റെ കൂടെയുണ്ടാകും.
നീ തീർച്ചയായും വിജയിക്കും. കമലമ്മ അവനെ അനുഗ്രഹിച്ചു. ഭാസ്കരൻ ചേട്ടൻ അവനൊരു ഗ്ലാസ് ചായ നൽകി. അവരുടെ പ്രാർത്ഥനകൾ അവന് വലിയൊരു ശക്തിയായിരുന്നു. മത്സര ദിവസം വന്നുചേർന്നു. നഗരത്തിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു മത്സരം. നൂറുകണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അവിടെ തടിച്ചുകൂടിയിരുന്നു. ഓരോ സ്കൂളും തങ്ങളുടെ ടീമിനെ അഭിമാനത്തോടെ അവതരിപ്പിച്ചു. വിനയനും ടീമംഗങ്ങളും സ്റ്റേജിലേക്ക് നടന്നു. അവരുടെ മനസ്സിൽ നേരിയൊരു ഭയവും അതിലേറെ ദൃഢനിശ്ചയവും നിറഞ്ഞു. മത്സരം തുടങ്ങി. ആദ്യ റൗണ്ടുകളിൽ വിനയന്റെ ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. വിനയന്റെ വേഗതയും കൃത്യതയും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഓരോ ചോദ്യത്തിനും അവൻ കൃത്യമായ ഉത്തരം നൽകി. സുമേഷും നീനയും അർജുനും അവന് പൂർണ്ണ പിന്തുണ നൽകി. മത്സരം അവസാന റൗണ്ടുകളിലേക്ക് കടന്നു. സ്കോർ ബോർഡിൽ വിനയന്റെ ടീമും മറ്റൊരു പ്രമുഖ സ്കൂളിലെ ടീമും ഒപ്പത്തിനൊപ്പമായിരുന്നു. അവസാന ചോദ്യം ഒരു ടൈബ്രേക്കർ ചോദ്യം. വളരെ കഠിനമായിരുന്നു. സമയം കുറവായിരുന്നു. വിനയന്റെ ടീമംഗങ്ങൾ പരസ്പരം നോക്കി. അവർക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. വിനയൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. അവന്റെ മനസ്സിൽ അമ്മയുടെ വാക്കുകൾ മുഴങ്ങി. ഈശ്വരൻ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അവൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അവന്റെ മനസ്സിൽ ഒരു ഉത്തരം മിന്നിമറിഞ്ഞു. അവൻ കൈയുയർത്തി. വിനയൻ, നിനക്ക് ഉത്തരമുണ്ടോ? ക്വിസ് മാസ്റ്റർ ചോദിച്ചു. വിനയൻ തലയാട്ടി. അവൻ ഉത്തരം പറഞ്ഞു. ഓഡിറ്റോറിയത്തിൽ ഒരു നിശബ്ദത തളം കെട്ടി. എല്ലാവരും ആകാംക്ഷയോടെ ക്വിസ് മാസ്റ്ററെ നോക്കി. ശരിയുത്തരം, ക്വിസ് മാസ്റ്റർ പ്രഖ്യാപിച്ചു. ഓഡിറ്റോറിയം കരഘോഷം കൊണ്ട് നിറഞ്ഞു. വിനയന്റെ ടീം വിജയിച്ചിരിക്കുന്നു. ജയചന്ദ്രൻ സാർ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വിനയന്റെ ടീമംഗങ്ങൾ അവനെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കിട്ടു. വിനയൻ ട്രോഫി ഏറ്റുവാങ്ങി. അവന്റെ കണ്ണുകളിൽ സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞു. ഈ വിജയം അവന് വെറുമൊരു മത്സരവിജയമായിരുന്നില്ല. അതവന്റെ കഷ്ടപ്പാടുകൾക്കും പരിഹാസങ്ങൾക്കും നിശബ്ദമായ പോരാട്ടങ്ങൾക്കുമുള്ള മറുപടിയായിരുന്നു. ദാരിദ്ര്യം ഒരു കുറവല്ലെന്നും കഠിനാധ്വാനവും വിശ്വാസവും കൊണ്ട് ആർക്കും വിജയം നേടാമെന്നും അവൻ തെളിയിച്ചു. അന്തർ സ്കൂൾ ക്വിസ് മത്സരത്തിലെ വിജയം സ്കൂളിലൊരു പുതിയ ഉണർവ് നൽകി. വിനയനും ടീം അംഗങ്ങളും സ്കൂളിലെ മടങ്ങിയെത്തിയത് വീരനായകന്മാരെപ്പോലെ ആയിരുന്നു. ജയചന്ദ്രൻ സാർ അവരെ നെഞ്ചോട് ചേർത്ത് അഭിനന്ദിച്ചു. സ്കൂളിലെ എല്ലാ കുട്ടികളും അധ്യാപകരും അവരെ ആദരവോടെ നോക്കി. വിനയനെ കളിയാക്കിയിരുന്ന സുമേഷ് പോലും ഇപ്പോൾ അവനോട് ആത്മാർത്ഥമായ ബഹുമാനം കാണിച്ചു. വിനയനില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ വിജയം നേടാൻ കഴിയില്ലായിരുന്നു, സുമേഷ് പറഞ്ഞു. അവന്റെ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നു. വിനയന്റെ വിജയം സ്കൂളിന്റെ ചരിത്രത്തിലൊരു നാഴികക്കല്ലായി മാറി. പത്രങ്ങളിലും പ്രാദേശിക ചാനലുകളിലും അവന്റെ വാർത്ത പ്രത്യക്ഷപ്പെട്ടു. ദാരിദ്ര്യത്തെ തോൽപ്പിച്ച അറിവു നേടിയ വിനയൻ, ചേരിയിൽ നിന്ന് സ്റ്റേജിലേക്ക് തുടങ്ങിയ തലക്കെട്ടുകളോടെ അവന്റെ കഥ പ്രസിദ്ധീകരിക്കപ്പെട്ടു. വിനയൻ ഈ പ്രശസ്തിയിലൊന്നും മതിമറന്നില്ല. അവന്റെ ലാളിത്യവും വിനയവും അതേപടി നിലനിർത്തി. ജയചന്ദ്രൻ സാർ വിനയന്റെ കഥ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു മാതൃകയായി അവതരിപ്പിച്ചു. ഓരോ അസംബ്ലിയിലും അദ്ദേഹം വിനയന്റെ കഠിനാധ്വാനത്തെയും അർപ്പണബോധത്തെയും കുറിച്ച് സംസാരിച്ചു. വിനയൻ നമുക്ക് കാണിച്ചു തന്നു, സാഹചര്യങ്ങളല്ല ഒരു വ്യക്തിയുടെ കഴിവിനെ അളക്കുന്നതെന്ന്. അവനൊരു പ്രചോദനമാണ്, ജയചന്ദ്രൻ സാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ പല വിദ്യാർത്ഥികളിലും മാറ്റങ്ങളുണ്ടാക്കി. ദരിദ്രരായ കുട്ടികളോടുള്ള അവരുടെ സമീപനത്തിൽ മാറ്റം വന്നു. വിനയന്റെ അമ്മ ദേവിക്ക് ഈ വിജയം വലിയ സന്തോഷം നൽകി. മകന്റെ ചിത്രം പത്രത്തിൽ കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈശ്വരന്റെ സ്തുതി, അവർ പറഞ്ഞു. ഭാസ്കരൻ ചേട്ടനും കമലമ്മയും വിനയന്റെ വിജയത്തിൽ അതിയായി സന്തോഷിച്ചു. അവർ അവന് പ്രാർത്ഥനകളിലൂടെയും സ്നേഹത്തിലൂടെയും പിന്തുണ നൽകി. വിനയന്റെ പഠനത്തിൽ ജയചന്ദ്രൻ സാർ പ്രത്യേക ശ്രദ്ധ നൽകി. അവന് കൂടുതൽ പുസ്തകങ്ങൾ ലഭ്യമാക്കി. അവന്റെ സംശയങ്ങൾ തീർക്കാൻ അധ്യാപകർക്ക് പ്രത്യേക നിർദ്ദേശം നൽകി. വിനയൻ കൂടുതൽ മികവ് പുലർത്തി. അവന്റെ ലക്ഷ്യം ഇപ്പോൾ വളരെ വലുതായിരുന്നു. നന്നായി പഠിച്ചൊരു വലിയ നിലയിലെത്തണം. തനിക്ക് ലഭിച്ച ഈ അവസരം പാഴാക്കരുത്. ഒരു ദിവസം ജയചന്ദ്രൻ സാർ വിനയനെ തന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. വിനയൻ, നിനക്കൊരു സന്തോഷവാർത്തയുണ്ട്, അദ്ദേഹം പറഞ്ഞു. നഗരത്തിലെ ഏറ്റവും മികച്ച കോളേജിൽ നിനക്ക് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. നിന്റെ പഠന ചിലവുകളെല്ലാം കോളേജ് വഹിക്കും. വിനയൻ ഞെട്ടിപ്പോയി. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇതവൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്തൊരവസരമായിരുന്നു. സർ, വിനയൻ പറയാൻ തുടങ്ങി. അവന്റെ ശബ്ദം ഇടറി. വിനയൻ, ഇത് നിന്റെ കഠിനാധ്വാനത്തിനുള്ള പ്രതിഫലമാണ്. നീ ഇതർഹിക്കുന്നു. ജയചന്ദ്രൻ സാർ പറഞ്ഞു. ഇത് നിന്റെ ജീവിതത്തിലെ ഒരു പുതിയ തുടക്കമാണ്. നിനക്കിനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ കഴിയും. വിനയൻ ജയചന്ദ്രൻ സാറിന് നന്ദി പറഞ്ഞു. അവന്റെ മനസ്സിൽ സന്തോഷവും കൃതജ്ഞതയും നിറഞ്ഞു. ഈ അവസരം അവനൊരു പുതിയ ജീവിതം നൽകി. അവൻ തന്റെ അമ്മയെയും ഭാസ്കരൻ ചേട്ടനെയും കമലമ്മയെയും കുറിച്ചോർത്തു. അവരുടെ പ്രാർത്ഥനകളും സ്നേഹവുമാണ് തന്നെ ഇവിടെ എത്തിച്ചതെന്ന്
അവനറിയാമായിരുന്നു. വിനയൻ കോളേജിൽ ചേർന്നു. പുതിയ അന്തരീക്ഷം, പുതിയ കൂട്ടുകാർ, പുതിയ അധ്യാപകർ. അവന്റെ ജീവിതം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങി. കോളേജിലെ പഠനം അവന് പുതിയ വെല്ലുവിളികൾ നൽകി. എന്നാൽ അവൻ എല്ലാ വെല്ലുവിളികളെയും ധൈര്യത്തോടെ നേരിട്ടു. അവന്റെ കഠിനാധ്വാനവും അർപ്പണബോധവും അവനെ മുന്നോട്ടു നയിച്ചു. വർഷങ്ങൾ കടന്നുപോയി. വിനയൻ പഠനം പൂർത്തിയാക്കി. അവനൊരു ഡോക്ടറായി. അവന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. അവൻ തന്നെ അമ്മയെയും ഭാസ്കരൻ ചേട്ടനെയും കമലമ്മയെയും സഹായിച്ചു. അവർക്ക് നല്ലൊരു ജീവിതം നൽകി. വിനയൻ തന്റെ പഴയ സ്കൂളും ജയചന്ദ്രൻ സാറിനെയും മറന്നില്ല. അവൻ സ്കൂളിന് വലിയ സാമ്പത്തിക സഹായം നൽകി. ദരിദ്രരായ കുട്ടികൾക്ക് പഠിക്കാൻ സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തി. ഒരു ദിവസം ജയചന്ദ്രൻ സാർ വിനയനെ കാണാൻ വന്നു. അദ്ദേഹം ഇപ്പോൾ വിരമിച്ചിരുന്നു. വിനയൻ, നീയൊരു വലിയ മനുഷ്യനായി, ജയചന്ദ്രൻ സാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. നീ ഞങ്ങൾക്ക് അഭിമാനമാണ്. നിന്റെ കഥ എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. വിനയൻ ജയചന്ദ്രൻ സാറിനെ കെട്ടിപ്പിടിച്ചു. സർ, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാനെവിടെ എത്തില്ലായിരുന്നു. നിങ്ങളെനിക്ക് ഒരു പുതിയ ജീവിതം നൽകി, വിനയൻ പറഞ്ഞു. ദാരിദ്ര്യമോ സാഹചര്യങ്ങളോ ഒരു വ്യക്തിയുടെ കഴിവിനെ അളക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളല്ലെന്ന് അവൻ തെളിയിച്ചു. കഠിനാധ്വാനവും വിശ്വാസവും കൊണ്ട് ആർക്കും വിജയം നേടാമെന്ന് അവൻ ലോകത്തിന് കാണിച്ചുകൊടുത്തു. അവന്റെ നിശബ്ദമായ പോരാട്ടങ്ങൾ ഒരുപാട് പേർക്ക് പ്രചോദനമായി.